നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും യോവ്ലാൻഡിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഗസയിൽ ഭരണ സംവിധാനം പിടിച്ചെടുക്കാൻ അമേരിക്കൻ കരാർ സ്ഥാപനങ്ങളെ എത്തിക്കാൻ നെതന്യാഹു നീക്കം ആരംഭിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിലും ലബനാനിലും ആക്രമണം രൂക്ഷമായി തുടരുന്നു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, വിവരങ്ങൾ. ധന്യ, 14 മാസമായി തുടരുന്ന ഗസയിലെ ഈ ഒരു വ്യാപകമായിട്ടുള്ള കൂട്ടക്കുരുതിയും ആക്രമണത്തിന്റെയും അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിന് ആഗോളതലത്തിൽ നയതന്ത്ര തലത്തിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിലും വലിയ ഒരു തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെതന്യാഹു അതോടൊപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഈ 2 പേർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹമാസിന്റെ നേതാവ് മുഹമ്മദ് ദയീഫിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദയീഫിനെ തങ്ങൾ നേരത്തെ കൊലപ്പെടുത്തിയതായിട്ട് ഇടക്കാലത്ത് ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഹമാസ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമില്ല. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടിയായി ഇത് മാറുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളായിട്ടുള്ള 120-ലധികം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നെതന്യാഹുവോ അതല്ലെങ്കിൽ യോവ് ഗാലന്റോ എത്തുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറാനുള്ള ഒരു വ്യവസ്ഥ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഈ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും നെതന്യാഹു ഒരു വിദേശയാത്ര നടത്തുകയാണെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നതായിരുന്നു ഇത്രയും കാലം ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വൈകിപ്പിക്കാൻ നടന്ന അന്തർദേശീയ തലത്തിൽ നടത്തിയ നീക്കങ്ങളുടെ ഒക്കെ പിന്നിൽ നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നേതൃത്വവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ പറയുന്നത് കോടതി എന്തൊക്കെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വലിയ തോതിലുള്ള മനുഷ്യക്കുരുതി നടന്നു. ഏതാണ്ട് 1,50,000 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ മുമ്പാകെയുള്ള വിലയിരുത്തൽ. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ 44,000 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ട് ഗസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. 10,000-കണക്കിന് മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിലും മറ്റും ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ മരണസംഖ്യ വലിയ തോതിൽ തന്നെ ഉയരും എന്ന കാര്യം ഉറപ്പാണ്. ഈ കൂട്ടക്കുരുതി ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് കുടിവെള്ളം, ഭക്ഷണം, മരുന്ന് ഇവ പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് വലിയ തോതിലുള്ള യുദ്ധക്കുറ്റങ്ങളിൽ നെതന്യാഹുവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നു. അതുകൊണ്ട് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള കൂട്ടക്കുരുതികളും അതോടൊപ്പം തന്നെ ഒരു ജനതയ്ക്ക് മൗലികമായിട്ടുള്ള അവകാശങ്ങളായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വെള്ളം ഉൾപ്പെടെയുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നിഷേധിച്ചുകൊണ്ടുള്ള യുദ്ധക്കുറ്റങ്ങളിൽ ഈ 2 നേതാക്കൾ ഇടപെട്ടു എന്നാണ് 3-അംഗ ജഡ്ജിമാരുടെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണയുമായി ബന്ധപ്പെട്ട 3-അംഗ ജഡ്ജിമാർ ഐക്യകണ്ഠേനയാണ് ഇത്തരമൊരു വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അംഗത്വത്തിൽ ഇല്ല. അവരതിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തീരുമാനം എന്തായാലും അത് നടപ്പാക്കാൻ അംഗത്വ രാജ്യം എന്ന നിലക്ക് ബാധ്യതയുണ്ട്. അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പദവി നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നൊരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അംഗരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഈ 2 നേതാക്കൾ സന്ദർശനം നടത്തിയാൽ അവരെ പിടികൂടുകയും തങ്ങൾ ഹേഗിലെ കോടതിയിലേക്ക് വിചാരണക്കായിട്ട് കൈമാറണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് അന്താരാഷ്ട്ര മാത്രമല്ല 2 ഹമാസ് നേതാക്കൾക്കെതിരെയും വാറന്റ് അയക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് ഹമാസിന്റെയും ഒപ്പം തന്നെ ഇസ്രായേലിന്റെയും പ്രതികരണം? ഇതിൽ മുഹമ്മദ് ദയീഫിന്റെ എതിരായിട്ടുള്ള അറസ്റ്റ് വാറണ്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം 100-കണക്കിന് വരുന്ന ബന്ദികളെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ ഒരു വർഷത്തിലധികമായി തടങ്കലിൽ വെച്ചിരിക്കുന്നത് ലോക മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു നടപടിയാണ്. അത്തരം ചെയ്തികൾ അതിന് നേതൃത്വം നൽകി എന്നതാണ് ഹമാസിനെതിരായിട്ടുള്ള കുറ്റപത്രമായിട്ട് വിലയിരുത്തുന്നത്. പക്ഷേ ഈ ദയീഫിനെ തങ്ങൾ നേരത്തെ
വധിച്ചു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാറന്റിന്റെ സാധുത നിലനിൽക്കുന്നതായിരിക്കില്ല. അതേസമയം പല രാജ്യങ്ങളും ഇതിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അല്പം മുമ്പ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ലോകത്തുടനീളമുള്ള ഇസ്രായേൽ അംബാസഡർമാരുമായും അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായിട്ടും ഓൺലൈൻ മുഖേന ഒരു സംവാദം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വാറണ്ട് പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അംബാസഡർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അമേരിക്ക തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തികച്ചും ഏകപക്ഷീയമായ ഇത്തരമൊരു വാറണ്ട് നൽകിയ നടപടിക്കെതിരെ നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇസ്രായേലിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുമെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. പക്ഷേ മറ്റ് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ അംഗത്വ പദവി ഉള്ള ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ രാജ്യത്ത് എപ്പോൾ ഈ രണ്ട് നേതാക്കൾ നെതന്യാഹുവും യോവ് ഗാലന്റും വരികയാണെങ്കിൽ അവരെ പിടികൂടി ഹേഗിലെ കോടതിക്ക് കൈമാറാമെന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഈ രാജ്യങ്ങൾ നൽകിയിരിക്കുന്നതും. ഈ നെതന്യാഹുവിനെതിരായിട്ടുള്ള അറസ്റ്റ് വാറന്റിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നസർ? അമേരിക്ക തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവുകയാണ്. കാരണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആക്രമണമാണ്. നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാരെയും മറ്റും പിടിച്ചുകൊണ്ടുപോയ ഹമാസാണ് ഇതിലെ ഒന്നാം പ്രതി. അതുകൊണ്ട് അവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ പോലും ബന്ദികളെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിനെതിരായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കൈക്കൊള്ളേണ്ടത്. പക്ഷെ അതിന് പകരം ഇസ്രായേൽ തങ്ങളുടെ ആത്മരക്ഷാർത്ഥം നടത്തുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്രമണത്തെ മറ്റൊരു നിലക്ക് കാണുകയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഈ വിധത്തിൽ അറസ്റ്റ് വാറന്റ് നൽകി അവർക്ക് വിലങ്ങിടാനുള്ള നീക്കം ഒരു നിലക്കും അംഗീകരിക്കുകയില്ല എന്നുകൂടിയാണ്. അതേസമയം അമേരിക്കയെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമല്ലാത്ത ഒരു രാജ്യം എന്ന നിലയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു പദവിയുണ്ട്. അതുകൊണ്ട് അമേരിക്കയിലേക്കുള്ള യോവ് ഗാലന്റിൻ്റെയോ അതല്ല നെതന്യാഹുവിൻ്റെയോ യാത്രയും സന്ദർശനവും ഒരു നിലക്കും തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയില്ല. പക്ഷെ മറ്റ് രാജ്യങ്ങൾ ഇവർ കാലുകുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ അറസ്റ്റിന് വിധേയമായി മാറും. അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്ന് പ്രത്യേകം അംഗരാജ്യങ്ങളെ അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ ആ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഹേഗിലെ കോടതിക്ക് കൈമാറണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നതും. ഇതൊക്കെ നടക്കുമ്പോഴും കൂട്ടക്കുരുതി തുടരുകയാണല്ലേ? തന്നെ തീർച്ചയായിട്ടും 14 മാസമായി തുടരുന്ന കുരുതിക്ക് യാതൊരു കുറവുമില്ല. ഇന്നും 60-ലധികം പേർ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, 40-ലധികം പേർ ലബനാനിലും കൊല്ലപ്പെട്ടിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള കൂട്ടക്കുരുതി തുടരുന്നു. അതോടൊപ്പം തന്നെ ഉപരോധവും ആക്രമണവും മാറ്റമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഗസയിലെ ഈ ഹമാസിന്റെ നിയന്ത്രണം, പ്രത്യേകിച്ച് ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് യുനർവക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി അത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണ സംവിധാനം ഹമാസിൻ്റെതാണ്. ഹമാസിന് അതിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കൻ കരാർ സംഘങ്ങളെ ഗസയിലേക്ക് കൊണ്ടുവരാനുള്ള ഊർജിതമായിട്ടുള്ളൊരു നീക്കം നെതന്യാഹു ആരംഭിച്ചതായും അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കരാർ സ്ഥാപനങ്ങളുമായി ചർച്ച ആരംഭിച്ചതുമായും ബന്ധപ്പെട്ടുള്ള ജെറൂസലം പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു നിലക്കും ഹമാസിനെ ഭരണ സംവിധാനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കേണ്ടതില്ല. ദീർഘകാലം തന്നെ അവിടെ അധിനിവേശം നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇസ്രായേൽ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും. ഏതാണ്ട് അത്തരമൊരു തീർപ്പിലാണ് അവർ എത്തിയിരിക്കുന്നത് എന്നുകൂടി ജെറൂസലം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ധന്യ. സൗദിയിലെ ദമാമിൽ അനുമതിയില്ലാതെ പൊതുപരിപാടി സംഘടിപ്പിച്ചതിന് 5 മലയാളികളെ നാടുകടത്തി. 2 മാസം മുൻപ് പിടിയിലായ 5 പേരെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തലിന് വിധേയമാക്കിയത്. മതപരമായ ആഘോഷത്തിന് ചടങ്ങ് സംഘടിപ്പിച്ചവരാണ് നടപടിക്ക് വിധേയമായത്. 2 മാസം മുമ്പ് മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ചതിന് 5 പേരെയാണ് സുരക്ഷാ വിഭാഗം ദമാമിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പരിപാടിക്ക് നേതൃത്വം നൽകിയ 4 പേരെയും വേദി അനുവദിച്ച ഒരാളെയുമാണ് സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തത്. ഈ മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ച 5 പേരുടെ കേസ് ദമാമിലുള്ള കേസിൽ എംബസി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും നിയാബ ജയിലിലും ഒക്കെ പോയിട്ടുണ്ട്. കുറേ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിരോധിക്കപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് കഴിഞ്ഞില്ല.
പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പ്രവാസികളായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യരംഗത്തുള്ളവർ ഉണർത്തുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമിന്, അതായത് മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിക്കും സൗദി അറേബ്യയിൽ ഒരു അംഗീകാരവും അതോറിറ്റി നൽകിയിട്ടുമില്ല. അതൊക്കെ മൗനസമ്മതമായി പല സംഗതികളും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഇവിടെ അനുവാദമുണ്ട്. അതിന് തന്നെ കൃത്യമായ അതാത് അതോറിറ്റികളിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പ്രോഗ്രാം നടത്തുവാനും ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാനും പാടുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമ്മൾക്ക് ഈ അറസ്റ്റും അതുപോലെ തന്നെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മന്ത്രാലയ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നാടുകടത്തൽ സംഭവമെന്ന് സാമൂഹ്യരംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. മീഡിയ 1 ദമ്മാം. സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വൈകിയാൽ പിഴ നൽകേണ്ടി വരും. 100 റിയാലായിരിക്കും പിഴ. സൗദി ട്രാഫിക് ഡയറക്ടറേറ്റിന്റേതാണ് മുന്നറിയിപ്പ്. ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കാൻ വൈകിയാലാണ് പിഴ ചുമത്തുക. 100 റിയാലായിരിക്കും പിഴ. സൗദി ട്രാഫിക് ഡയറക്ടറേറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. കാലാവധി അവസാനിച്ച ലൈസൻസുകൾ പുതുക്കാൻ 60 ദിവസം വരെ സമയം അനുവദിക്കും. ഇതിനകത്തും പുതുക്കുന്നതിൽ പരാജയപ്പെട്ടാലായിരിക്കും 100 റിയാൽ പിഴ ഈടാക്കുക. 1 വർഷവും 1 ദിവസവും കഴിഞ്ഞും ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ പിഴ ഇരട്ടിയാകും. ലൈസൻസ് പുതുക്കൽ പ്രക്രിയ അബ്ഷർ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സൗദി മുറൂർ വെബ്സൈറ്റിലും ലഭിക്കും. പിഴ ഒഴിവാക്കാൻ കൃത്യസമയത്ത് ലൈസൻസുകൾ പുതുക്കിയെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തറിലെ മൻസൂറ കെട്ടിട ദുരന്തത്തിൽ പ്രതികൾക്ക് തടവും പിഴയും വിധിച്ച് കോടതി. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ സൂപ്പർവൈസർക്ക് 5 വർഷത്തെയും കൺസൾട്ടന്റിന് 3 വർഷത്തെയും തടവ് വിധിച്ചു. കെട്ടിട ഉടമയ്ക്കും 1 വർഷത്തെ തടവ് ശിക്ഷയുണ്ട്. കാലാവധി പൂർത്തിയാക്കിയതിനാൽ ഇദ്ദേഹം ഇനി തടവ് അനുഭവിക്കേണ്ടതില്ല. അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനി 5 ലക്ഷം റിയാലും കെട്ടിട ഉടമ 2 ലക്ഷം റിയാലും പിഴയടയ്ക്കണം. സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് അവാർഡ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിന് ഖത്തർ മന്ത്രിസഭയുടെ അംഗീകാരം. തൊഴിൽ മേഖലയിൽ സ്വദേശികളെ കൂടുതൽ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും അവാർഡ് നൽകുക. സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഖത്തർ അവാർഡ് എന്ന പേരിൽ പുരസ്കാരത്തിന് തൊഴിൽ മന്ത്രാലയമാണ് നിർദ്ദേശിച്ചത്. സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം ഖത്തർ ദേശീയ വിഷന്റെ ഭാഗമാണ്. തീരുമാനം ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇത് മുൻനിർത്തിയാണ് ഖത്തർ അവാർഡ് എന്ന പേരിൽ ആദരിക്കുന്നത്. സ്വദേശിവൽക്കരണത്തിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ മത്സരം പ്രോത്സാഹിപ്പിക്കാനും അവാർഡ് വഴിയൊരുക്കും. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുടെ അധ്യക്ഷതയിൽ അമീരി ദിവാനിയിൽ ചേർന്ന മന്ത്രിസഭയുടെ പതിവ് യോഗത്തിലാണ് തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയത്. മീഡിയ 1, ദോഹ. സൗദിയിൽ പകുതിയിലധികം സ്വദേശികളും ശമ്പള വർധന ആവശ്യപ്പെടുന്നതായി പഠനം. മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റേതാണ് പഠനം. ആഗോള ശരാശരിയുടെ ഇരട്ടി ആളുകൾ ശമ്പള വർധന ആവശ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 59% സൗദി ജീവനക്കാരും ശമ്പള വർധന ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സമീപകാല പഠനം വ്യക്തമാക്കുന്നു. സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിനു വേണ്ടിയാണ് സർവേ സംഘടിപ്പിച്ചത്. ഇത് ആഗോള ശരാശരിയായ 30%-ത്തേക്കാൾ കൂടുതലാണ്. മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി പങ്കെടുത്ത റിയാദ് ഇക്കണോമിക് ഫോറത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. രാജ്യത്തെ പൊതുമേഖലയിലെ ശരാശരി വേതനം സ്വകാര്യ മേഖലയിലേതിനേക്കാൾ 59% കൂടുതലാണെന്നിരിക്കെയാണ് ആവശ്യം. സൗദി ഓർഗനൈസേഷനുകളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് തൊഴിൽ, ജീവിത നിലവാരം വികസിപ്പിക്കൽ എന്നീ തലക്കെട്ടുകളിലാണ് പഠനം നടത്തിയത്. മീഡിയ 1, ദമാം. തിരക്കില്ലാതെ ഉംറ നിർവഹിക്കാനുള്ള സമയക്രമങ്ങൾ പ്രസിദ്ധീകരിച്ച് സൗദി അറേബ്യ. ഉംറ തീർത്ഥാടകർക്കായി സൗകര്യങ്ങളും ഇതോടൊപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകരെ ഉംറയ്ക്കായി എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 6 മുതൽ 8 വരെയും ഉച്ചക്ക് 12 മുതൽ 2 വരെയും പുലർച്ചെ 2 മുതൽ 4 മണി വരെയുമാണ് ഉംറ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയം തീർത്ഥാടകരുടെ തിരക്ക് കുറയുന്നതിനാൽ സൗകര്യത്തോടെ ഉംറ നിർവഹിക്കാൻ കഴിയും. തൊവാഫ്, സൈ എന്നീ പ്രധാന ചടങ്ങുകൾക്ക് ഈ സമയങ്ങളിൽ താരതമ്യേന തിരക്ക് കുറവായിരിക്കും. ഉംറ വിസയുടെ കാലാവധി 90 ദിവസമായി നീട്ടിയിട്ടുണ്ട്. വ്യക്തിഗത വിസ, സന്ദർശന വിസ, ടൂറിസം വിസ എന്നിവ ഉപയോഗിച്ചും നിലവിൽ ഉംറ ചെയ്യാം. ഈ അപ്പോയിന്റ്മെന്റിലൂടെ പ്രവാചക പള്ളിയിൽ എളുപ്പത്തിൽ നിലവിൽ സന്ദർശനം നടത്താൻ കഴിയും. പുരുഷ തുണയില്ലാതെ തന്നെ സ്ത്രീകൾക്ക് ഉംറ നിർവഹിക്കാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തവണ ഇതുവരെ 130 ലക്ഷം വിശ്വാസികൾ ഉംറ നിർവഹിച്ചതായാണ് കണക്കുകൾ. അടുത്ത വർഷം ഇത് 150 ഉയർത്തുമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു.
മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ടൂറിസം മേഖലയിൽ ഖത്തറിന്റെ മുഖച്ഛായ മാറ്റുന്ന ലാൻഡ് ഓഫ് ലെജൻഡ്സ് പദ്ധതിക്ക് തറക്കല്ലിട്ടു. 1000 കോടിയിലേറെ ഖത്തർ റിയാലാണ് പദ്ധതിക്ക് ചെലവാവുന്നത് പ്രതീക്ഷിക്കുന്നത്. ഖത്തറിന്റെ കിഴക്കൻ തീരത്ത് നേരത്തെ പ്രഖ്യാപിച്ച സിമൈസിമ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ലാൻഡ് ഓഫ് ലെജൻഡ്സ് ടൂറിസം പദ്ധതി വരുന്നത്. 6.5 ലക്ഷം ചതുരശ്ര മീറ്ററാണ് വിദേശ നിക്ഷേപത്തിന്റെ സഹായത്തോടെ പൂർത്തീകരിക്കുന്ന പദ്ധതിയുടെ വിസ്തീർണം. എല്ലാ പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ടാകും. കിങ്ഡം ഹോട്ടൽ, മ്യൂസിക് ഹോട്ടൽ എന്നിവിടങ്ങളിലായി 1000 റൂമുകൾ ഉണ്ടാകും. സാഹസിക അനുഭവങ്ങൾ ഒരുക്കാൻ 80 മീറ്റർ ഉയരമുള്ള മൗണ്ടെയിൻ, മേഖലയിലെ ആദ്യത്തെ മൂവിംഗ് തിയേറ്റർ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇബ്നു ബത്തൂത്തയുടെ സാഹസിക യാത്രകളെ ആസ്പദമാക്കി 7 തീമുകളിലായാണ് തീം പാർക്ക് ക്രമീകരിക്കുന്നത്. മേഖലയിലെ ഏറ്റവും വലിയ തീം പാർക്കുകളിൽ ഒന്നാകും ഇത്. 2 ലക്ഷം സന്ദർശകർ പ്രതിവർഷം ഇവിടെ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. പ്രമുഖ ഖത്തരി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഖത്തരി ദിയാറാണ് സിമൈസിമ പദ്ധതി നടപ്പാക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പദ്ധതിക്ക് തറക്കല്ലിട്ടു. സിമൈസിമ ബീച്ചിൽ നേരത്തെ പ്രഖ്യാപിച്ച ടൂറിസം സിറ്റിയുടെ ഭാഗമായാണ് ലാൻഡ് ഓഫ് ലെജൻഡ്സ് വരുന്നത്. 8 ലക്ഷം ചതുരശ്ര മീറ്ററിൽ 2000 കോടിയിലേറെ ഖത്തർ റിയാൽ മുടക്കിയാണ് സിമൈസിമ പദ്ധതി പൂർത്തീകരിക്കുക. മീഡിയ 1, ദോഹ. 53ാമത് UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ ഇത്തവണ അല്ലൈനിൽ. സംഘാടക സമിതിയാണ് വേദി പ്രഖ്യാപിച്ചത്. ഡിസംബർ 2-നാണ് ദേശീയ ദിനാഘോഷം. ദേശീയ ദിനാഘോഷത്തിന് ഈദുൽ ഇത്തിഹാദ് അഥവാ ഐക്യപ്പെരുന്നാൾ എന്ന് നാമകരണം ചെയ്ത ശേഷമുള്ള ആദ്യ പരിപാടിക്കാണ് അൽ ഐൻ ആതിഥ്യം വഹിക്കുക. ഡിസംബർ 2-ന് നടക്കുന്ന ചടങ്ങുകൾ TV ചാനലുകൾ വഴി തത്സമയം സംപ്രേഷണം ചെയ്യും. തിയേറ്ററുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശനമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈകാതെ പ്രസിദ്ധപ്പെടുത്തുമെന്നും സംഘാടക സമിതി അറിയിച്ചു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രവും പൈതൃകവും പരിഗണിച്ചാണ് അൽ ഐനെ വേദിയായി തെരഞ്ഞെടുത്തതെന്ന് സംഘാടക സമിതി കമ്മ്യൂണിക്കേഷൻ മാനേജർ ആയിഷ അൽ നുഐമി പറഞ്ഞു. പ്രകൃതി ഭംഗി കൊണ്ടും പൈതൃകത്തിന്റെ ആധികാരികത കൊണ്ടും വ്യത്യസ്തമാണ് അൽ ഐൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അൽ ഐൻ ഉണ്ട്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് മുന്നോട്ട് വച്ച ഐക്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാഴ്ചപ്പാടുകളോട് നഗരത്തിന് പ്രത്യേക ബന്ധമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അൽ ഐന് പുറമെ മറ്റുള്ള എമിറേറ്റുകളിലും ഈദുൽ ഇത്തിഹാദ് പരിപാടികൾ ആഘോഷപൂർവ്വം അരങ്ങേറും. നീണ്ട വാരാന്ത്യത്തിലാണ് ഇത്തവണ UAE ദേശീയ ദിനാഘോഷം എത്തുന്നത്. ഡിസംബർ 2, 3 തീയതികളിലാണ് ഔദ്യോഗിക അവധി. തൊട്ടു പിന്നാലെ ശനിയും ഞായറും എത്തുന്നതോടെ അവധി 4 ദിവസം നീളും. മീഡിയ 1, ദുബായ്. വ്യവസായി MA യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള ലുലു റീറ്റെയിലിന്റെ വരുമാനത്തിൽ വൻ കുതിപ്പ്. ഈ വർഷത്തിന്റെ 3-ാം പാദത്തിൽ $186 കോടി വരുമാനമാണ് ലുലു സ്വന്തമാക്കിയത്. ഇതേ കാലയളവിൽ ഇരട്ടിയിലേറെ ലാഭവും കമ്പനിക്കുണ്ടായി. അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ശേഷം ലുലു റീറ്റെയിൽ പുറത്തുവിടുന്ന ആദ്യത്തെ സാമ്പത്തിക റിപ്പോർട്ടാണിത്. ഇതുപ്രകാരം 15,700 കോടി രൂപയാണ് ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ ലുലുവിന്റെ വരുമാനം. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6.1% വളർച്ചയാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത്. 2024 ആദ്യ 9 മാസം വരുമാനത്തിൽ 5.7% വർധനയുമുണ്ടായി. 3-ാം പാദത്തിലെ സജീവ ബിസിനസ്സിൽ നിന്ന് $35.1 മില്യൺ ലാഭവും ലുലു നേടി. മുൻവർഷം ഈ പാദത്തെ അപേക്ഷിച്ച് 126% ലാഭം വർദ്ധിച്ചത്. നികുതി, പലിശ തുടങ്ങിയ ബാധ്യതകൾക്ക് മുമ്പുള്ള ലാഭം 9.9% വർദ്ധിച്ച് $176.3 മില്യൺ UAEയിൽ 7.5% വരുമാനവും സൗദിയിൽ 5.7% വരുമാനവും 3-ാം പാദത്തിൽ നേടാനായി. ഇ കൊമേഴ്സ് വിഭാഗത്തിലും ലുലു വമ്പിച്ച നേട്ടം കൈവരിച്ചു. ഒക്ടോബർ വരെ $23.7 കോടി ഇതിൽ നിന്നുള്ള വരുമാനം. ഈ വർഷം ഒക്ടോബർ വരെ 9 പുതിയ സ്റ്റോറുകളാണ് GCC രാഷ്ട്രങ്ങളിൽ ലുലു ആരംഭിച്ചത്. ഇക്കാലയളവിൽ ലുലുവിൻ്റെ ആകെ സ്റ്റോറുകളുടെ എണ്ണം 241 2024 ആകെ 17 സ്റ്റോറുകൾ ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലുലു ഹാപ്പിനെസ് അംഗത്വം ഏകദേശം 50 ലക്ഷത്തിലെത്തിയതായും റിപ്പോർട്ടിലുണ്ട്. ലുലു റീറ്റെയിലിന് നാഴികക്കല്ലുകൾ പിന്നിടുന്ന കാലമാണിതെന്ന് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന നിലയിൽ വളർച്ചാ യാത്ര തുടരുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവംബർ 14-ലാണ് ലുലു റീറ്റെയിലിന്റെ ഓഹരികൾ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത്. UAEയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയായിരുന്നു ലുലുവിൻ്റേത്. മീഡിയ 1, ദുബായ്. കുവൈത്തിൽ ആർട്ടിക്കിൾ 18 റെസിഡൻസിയിലുള്ള പ്രവാസികൾക്ക് കമ്പനികളിൽ പങ്കാളിയാകുന്നതിനുള്ള നിയന്ത്രണം തുടരുന്നതായി അധികൃതർ. ഇതോടെ പ്രവാസികൾക്ക് കമ്പനികൾ സ്ഥാപിക്കാനോ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളിൽ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആകാനോ കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 18 വിസയുള്ള ഷെയർ ഹോൾഡർമാർ നിലവിലുള്ള കമ്പനികൾ മാറ്റങ്ങളില്ലാതെ പ്രവർത്തനം തുടരും. കുവൈത്ത് ടുണീഷ്യ പരമോന്നത സമിതിയുടെ 4ാമത്തെ സെഷൻ ട്യൂണിസിൽ നടന്നു. ടുണീഷ്യ വിദേശകാര്യ, കുവൈറ്റ് വിദേശകാര്യ മന്ത്രി എന്നിവർ പ്രതിനിധി സംഘങ്ങൾക്ക് നേതൃത്വം നൽകി. നയതന്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചർച്ച നടത്തി.
ബഹ്റൈൻ സാമൂഹ്യ വികസന മന്ത്രി ഒസാമ ബിൻ സാലി അൽ അലവി ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല ബന്ധവും സഹകരണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും ചർച്ച ചെയ്തു. ദുബൈയിലെ തൃശൂർ പൂരത്തിന് ഡിസംബർ 2 കൊടിയേറും. ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിലാണ് പൂരപ്പറമ്പ് ഒരുക്കുന്നത്. ഇത് 5ാം തവണയാണ് ദുബൈയിലെ തൃശൂർ സ്വദേശികൾ ചേർന്ന് പൂരം സംഘടിപ്പിക്കുന്നത്. മട തൃശൂർ എന്ന കൂട്ടായ്മയാണ് മട തൃശൂർ പൂരം എന്ന പേരിൽ ദുബൈയിൽ പൂരം സംഘടിപ്പിക്കുന്നത്. 5ാം തവണയായതിനാൽ 5 ആനയും 5 മേളവും 5 തരം കാവടിയുമാണ് ഇത്തവണത്തെ ആകർഷണം. തലയെടുപ്പുള്ള 5 റോബോട്ടിക് ആനകളും ആദ്യമായി ഗൾഫിലെത്തുന്ന മച്ചാട് മാമാങ്കം കുതിരകളും ഇക്കുറി പൂരത്തെ വേറിട്ടതാക്കുമെന്ന് മട തൃശൂർ കൂട്ടായ്മ പ്രസിഡന്റ് അനൂപ് അനിൽ ദേവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 150-ലേറെ വാദ്യ കലാകാരന്മാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ പൂരത്തിനെത്തും. മട തൃശൂർ ഭാരവാഹികളായ രശ്മി രാജേഷ്, JK ഗുരുവായൂർ, സുനിൽ ആലുങ്കൽ, അനിൽ അരങ്ങത്ത്, വിമൽ കേശവൻ, ഷാജു, സന്ദീപ്, ഇക്വിറ്റി പ്ലസ് CEO സുനിൽ കഞ്ചൻ, അബ്ദുൽ ഹക്കീം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. മസ്കറ്റ് KMCC മബേല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒമാൻ ദേശീയ ദിനം ആഘോഷിച്ചു. മബേല സൂക്കിൽ നടന്ന പരിപാടിയിൽ അഷ്റഫ് പൊയ്ക്കര, സയ്യിദ് AKK തങ്ങൾ, യാക്കൂബ് തിരൂർ, സലീം അന്നാര തുടങ്ങിയവർ നേതൃത്വം നൽകി. മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ മദ്ബഹ ശുശ്രൂഷകനായി 40 വർഷം പൂർത്തിയാക്കിയ ബിജു തേലപ്പിള്ളിക്ക് അങ്കമാലി ഭദ്രാസന മദ്ബഹ ശുശ്രൂഷ സംഘം സ്നേഹാദരം നൽകി. ബഹ്റൈൻ സൽമാനിയ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കഴിഞ്ഞ 20 വർഷമായി സേവനം ചെയ്യുകയാണ് ബിജു തേലപ്പിള്ളി. പ്രവാസികളോടുള്ള അനീതി അവസാനിപ്പിക്കണമെന്ന് ഡയസ്പോറ ഇൻ ഡൽഹി സമരപരിപാടിക്ക് മുന്നോടിയായി അബുദാബിയിൽ നടന്ന മാധ്യമ സെമിനാർ അഭിപ്രായപ്പെട്ടു. സഫാരി ഗ്രൂപ്പ് MD സൈനുലാബ്ദീൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകരായ MCA നാസർ, എൽവിസ് ചുമാർ, സഹൽ സി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അബുദാബിയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈറ്റ്, ഖുർആൻ ലേണിംഗ് സ്കൂൾ വെളിച്ചം പരീക്ഷാ പഠിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. അൽ അമീൻ സുല്ലമി കാളികാവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. IIC പ്രസിഡന്റ് യൂനുസ് സലീം അധ്യക്ഷനായിരുന്നു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംഗമത്തിൽ വിതരണം ചെയ്തു. കുവൈറ്റ് ഇന്ത്യൻ എംബസി പ്രവാസികൾക്കായി സിനിമാ പ്രദർശനം ഒരുക്കുന്നു. യർമു കൾച്ചർ സെന്ററിൽ ശനിയാഴ്ചയാണ് പ്രദർശനം. ഹിന്ദി ഭാഷാ കോമഡി ഡ്രാമ ചിത്രമായ ഇംഗ്ലീഷ് വിംഗ്ലീഷ് സിനിമയാണ് പ്രദർശിപ്പിക്കുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കൂറും 4 മണിക്കുമാണ് പ്രദർശനങ്ങൾ ഉണ്ടാവുക. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു. ജാബിർ കൾച്ചറൽ തിയേറ്ററിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത വയലിനിസ്റ്റ് പത്മഭൂഷൺ ഡോക്ടർ L സുബ്രഹ്മണ്യത്തിന്റെ പ്രകടനവും ശ്രദ്ധേയമായി. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ കുവൈറ്റ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയുമായ അബ്ദുറഹ്മാൻ അൽ മുതേരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള മാധ്യമ വിവര സാംസ്കാരിക മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. റിസാല സ്റ്റഡി സർക്കിൾ കലാ സാംസ്കാരിക വേദി നാഷണൽ പ്രവാസി സാഹിത്യോത്സവ് സംഘടിപ്പിച്ചു. ക്യാമ്പസ് വിഭാഗത്തിൽ ജിദ്ദ നോർത്തും ജനറൽ വിഭാഗത്തിൽ ജിദ്ദ സിറ്റിയും ജേതാക്കളായി. വിവിധ മത്സരങ്ങളിൽ 100 കണക്കിന് പേർ മാറ്റുരച്ചു. 11 വേദികളിലായി 79 മത്സര ഇനങ്ങളാണ് സൗദി വെസ്റ്റ് നാഷണൽ പ്രവാസി സാഹിത്യോത്സവത്തിൽ അരങ്ങേറിയത്. റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദിക്ക് കീഴിൽ ജീസാനിലെ സബിയയിലായിരുന്നു പരിപാടി. വൈവിധ്യമാർന്ന മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ജനറൽ വിഭാഗത്തിൽ ജീസാൻ, മക്ക സോണുകളെ പിന്നിലാക്കി ജിദ്ദ സിറ്റി 1ാം സ്ഥാനം നേടി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ മത്സരിച്ച ക്യാമ്പസ് വിഭാഗത്തിൽ ജിദ്ദ നോർത്ത് ജേതാക്കളായി. മക്ക, മദീന, ജിദ്ദ സിറ്റി, തായിഫ്, അൽബഹ, അസീർ, യാംബു, ജിദ്ദ നോർത്ത് സോണുകളാണ് സാഹിത്യോത്സവത്തിൽ മത്സരിച്ചത്. വിവിധ സെഷനുകളിൽ SSF ഇന്ത്യ സെക്രട്ടറി ഉബൈദുള്ള ഇബ്രാഹിം നൂറാനി, ICF സൗദി നാഷണൽ സെക്രട്ടറി സിറാജ് കുറ്റ്യാടി, ഹാരിസ് കല്ലായി, അഫ്സൽ സക്കാഫി എന്നിവർ സംബന്ധിച്ചു.
മീഡിയ 1 ജിദ്ദ. കലാലയം സാംസ്കാരിക വേദിയുടെ UAE പ്രവാസി സാഹിത്യോത്സവം ഈ മാസം 24-ന് അബുദാബി നാഷണൽ തിയേറ്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 വേദികളിൽ 1000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. സമാപന സമ്മേളനത്തിൽ UAE പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് അലി അൽ ഹാഷ്മിക്ക് ടോളൻസ് പുരസ്കാരം സമ്മാനിക്കും. ഉസ്മാൻ വഖാഫി തിരുവത്ര, ഹംസ അസനി, സക്കരിയ ഷാമിൽ ഇർഫാനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ICC ദമാം വനിതാ വേദി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വ്യത്യസ്ത മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി. ജവഹർലാൽ നെഹ്റു അനുസ്മരണവും നടന്നു. ICC ഭാരവാഹികളായ ബിജു കല്ലുമല, EK സലീം, ഹനീഫ് റാവുത്തർ, ലിബി ജെയിംസ്, ഹുസ്ന ആസിഫ് എന്നിവർ സംബന്ധിച്ചു. മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആയിഷ സജൂബ്, കീർത്തി സുരേഷ്, ഗീത മധുസൂദനൻ, അർച്ചന അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിൽ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ മലർവാടി ശിശു ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. മലർവാടി ക്യാപ്റ്റൻ മുഹമ്മദ് റയ്യാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ PM അഷ്റഫ് PM സന്ദേശം നൽകി. ഭിന്നശേഷിക്കാരായ പ്രതിഭകൾക്കായി ദുബായ് ജ്യൂസ് വേൾഡിൽ ടാലന്റ് ഫെസ്റ്റ് കാർണിവൽ സംഘടിപ്പിച്ചു. പാരാ സ്വിമ്മിംഗ് താരമായ ആസിം വെളിമണ്ണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജ്യൂസ് വേൾഡ് ഡയറക്ടർ മൊഹു മെദുവിൽ പുരസ്കാരങ്ങൾ കൈമാറി. റോമ മൻസൂർ ആയിരുന്നു പരിപാടിയുടെ ഡയറക്ടർ. മാധ്യമപ്രവർത്തകൻ T ജമാൽ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം KPF-ന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ ബാംസുരി 2 മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും നടന്നു. 4 പതിറ്റാണ്ടായി സൗദിയിലെ ദമാമിൽ പ്രവാസി ജീവിതം നയിക്കുന്ന മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കൊണ്ടോട്ടി മുതവല്ലൂർ സ്വദേശി ബീരാൻകുട്ടി എന്ന കുട്ടിക്കയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ദമാം അബ്ദുള്ള ഗുവാദിൽ ചോക്ലേറ്റ് വ്യാപാരം നടത്തിവരികയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. KMCC ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ കൊണ്ടോട്ടിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ബഹ്റൈനിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ MCMA അംഗമായിരിക്കെ നിര്യാതനായ പ്രവാസിയുടെ കുടുംബത്തിനുള്ള സഹായധനമായി 2 ലക്ഷം രൂപ കൈമാറി. സംഘടനയുടെ പ്രസിഡന്റ് യൂസഫ് മമ്പാട്ട്, വൈസ് പ്രസിഡന്റ് അസീസ് പേരാമ്പ്രയ്ക്ക് തുക കൈമാറി. കാലാവസ്ഥ. കുവൈറ്റ് കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്. മസ്കറ്റ് കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. സലാല കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ബഹ്റൈൻ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 51 പൈസ, UAE ദിർഹം 23 രൂപ, ഖത്തർ റിയാൽ 23 രൂപ 22 പൈസ, ഒമാനി റിയാൽ 219 രൂപ 54 പൈസ, കുവൈറ്റ് ദിനാർ 274 രൂപ 73 പൈസ, ബഹ്റൈൻ ദിനാർ 224 രൂപ 25 പൈസ.